ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുവിനെ കൊണ്ട് കുറച്ച് ഫയലുകളിൽ ഒപ്പിടിക്കുകയാണ് അവന്തിക. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ഫീൽഡിൽ എന്താണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിൽ ധനുഷ് ഒട്ടും ഫിറ്റ് അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവിടേക്ക് മറ്റൊരാളെ നമുക്ക് നോക്കണമെന്ന് അവന്തിക പറയുമ്പോൾ തൽക്കാലം വലിയ വലിയ നടപടികളൊന്നും എടുക്കാൻ മോള് നിൽക്കണ്ടെന്ന് സേതു പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് ചെല്ലുന്ന അനഘ അവന്തികയോട് ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാ ധനുഷിനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ അവന്റെ ജോലി നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമില്ല. കമ്പനിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ചേച്ചിക്കുള്ള അതേ സ്ഥാനം തന്നെയാ ധനുഷിനും ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് സേതുവിന് ചായ കൊടുക്കുകയാണ് അനഘ. ചായ കുടിച്ചതിന് ശേഷം സേതു പറയുകയാണ്, ഇതെന്തൊരു ചായ, മധുരം കൂടുതലും കടുപ്പം കൂടുതലും. ഇത് കേട്ടുകൊണ്ട് താഴേക്കിറങ്ങി വരികയാണ് സന്ദീപും സച്ചിയും. അച്ഛന്റെ കാര്യങ്ങൾ നോക്കിക്കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാള് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അർച്ചനേട്ടത്തി. അച്ഛൻ തന്നെയല്ലേ ഏട്ടത്തിയെ പറഞ്ഞു വിട്ടത്? അച്ഛനെടുത്ത തീരുമാനത്തെ നിങ്ങളെന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ, അല്ലെങ്കിലും മൂദേവി വാഴുന്നിടത്ത് ശ്രീദേവി വാഴില്ല എന്നാണല്ലോ, അതുകൊണ്ടാ അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് സച്ചി പറയുന്നു. അച്ഛൻ കേട്ടില്ലേ ഇവൻ എന്താ പറഞ്ഞതെന്ന്? അർച്ചന പോയിട്ട് ഇതുവരെ ആരെങ്കിലും പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചായിരുന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, അതിപ്പോ ആർക്കാണെങ്കിലും വെക്കാലോ, ഇവിടെ ആതിരയും സ്നേഹയും അനഘയും ഒക്കെ തന്നെ ഇല്ലേ എന്ന് സേതു ചോദിക്കുന്നു. നാളെ മുതൽ ഞാൻ തന്നെ രാവിലെ വിളക്ക് വയ്ക്കാമെന്ന് അവന്തിക പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, എന്താണെങ്കിലും പോയ ഐശ്വര്യമൊന്നും തിരികെ വരില്ലല്ലോ. പോയ ഐശ്വര്യം തിരികെ വരണമെങ്കിൽ ഒന്നെങ്കിൽ അർച്ചനയെടുത്ത് തന്നെ വിളക്ക് വെക്കണം, അല്ലെങ്കിൽ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മ വരണം. എന്താണെങ്കിലും രണ്ടും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപും സച്ചിയും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അർച്ചനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി സച്ചി വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സച്ചിയെ കണ്ട സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആവണി മോളെയാണ് കാണിക്കുന്നത്. അർച്ചനയെ കൂട്ടിക്കൊണ്ടുപോകാനായി വരുന്ന സച്ചി ഗേറ്റിന്റെ പുറത്ത് തന്നെ വണ്ടി ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ആവണി ചോദിക്കുകയാണ്, അല്ല അങ്കിൾ എന്താ അകത്തേക്ക് വണ്ടി കയറ്റാത്തത്? എന്റെ മോളെ, ഇതിന്റെ അപ്പുറത്തെ എനിക്ക് നിരോധനാജ്ഞയാ. നിരോധനാജ്ഞ ലംഘിച്ച് അകത്തേക്ക് കയറിയാലേ ചിലപ്പോ ലാത്തി ചാർജൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മോള് പോയി മേഡം, അല്ല മോളുടെ അർച്ചന ആന്റിയോട് പറ, കൊണ്ടുപോകാൻ ഡ്രൈവർ വന്നിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അർച്ചന മനസ്സിൽ പറയുകയാണ്, ആഹാ, അപ്പോ എനിക്കുള്ള പണിയായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തുടർന്ന് കമല പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് സച്ചിയോട് അകത്ത് വന്ന് ചായ കുടിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഞാനേ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാകില്ല. ഞാനിവിടുന്ന് കഴിച്ചെന്നും കുടിച്ചെന്നും ഒക്കെ അറിഞ്ഞാൽ അത് മതി പിന്നെ അടുത്ത വഴക്കിന്. അതേസമയം മീര സച്ചിക്കുള്ള ചായയുമായിട്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പുറത്തുനിന്ന് തന്നെ ചായ കുടിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ ചായ കുടിച്ച് ഗ്ലാസ് മീരയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇനി ഞാനിവിടുന്ന് ചായ കുടിച്ചെന്നെങ്ങാനും കണ്ടാലേ അത് മതി. തുടർന്ന് അർച്ചന മോളെ കമലയെ ഏൽപ്പിക്കുമ്പോൾ സച്ചി കമലയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ വാങ്ങി കൊഞ്ചിക്കുകയാണ്. തുടർന്ന് അർച്ചന പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ സച്ചി ഡോർ അടച്ചിട്ട് അർച്ചനയോട് പുറകിലേക്ക് ഇരിക്കാൻ പറയുന്നു. ഞാനേ ഇപ്പോൾ ഇവിടുത്തെ ഡ്രൈവറാണ്, അതുകൊണ്ട് മേഡം പുറകെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് സച്ചി കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ അവർ പോകുന്ന വഴിക്കെല്ലാം അർച്ചന സച്ചിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാനെടുത്ത് ചാടുമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി വണ്ടി സൈഡാക്കുകയാണ്. ഇത് കാണുന്ന അർച്ചന പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ഫ്രണ്ട് സീറ്റിലോട്ട് കയറിയിരിക്കുകയും ചെയ്യുന്നു. സച്ചിയുടെ എന്നോട് ഇപ്പോഴും ദേഷ്യം തന്നെയാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ തന്നെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അവര് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. ഡോക്ടർ ഇഷാന ലീവിലായതുകൊണ്ട് തന്നെ മറ്റൊരു ഡോക്ടറാണ് അർച്ചനയെ പരിശോധിക്കുന്നത്. ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം നോക്കിയതിനു ശേഷം ഡോക്ടർ പറയുകയാണ്, നോർമൽ ഡെലിവറി ആകാൻ സാധ്യതയില്ലെന്നാ തോന്നുന്നത്. കുഞ്ഞിന്റെ തല മുകളിലാണ്. അർച്ചന എന്താ ഇഷാന പറഞ്ഞതുപോലെ ഡയറ്റും മെഡിസിനും ഒന്നും തന്നെ എടുക്കുന്നില്ലെന്ന് തോന്നുന്നല്ലോ. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ വേണ്ടെന്നും ഞാൻ ഇനി ശ്രദ്ധിച്ചോളാമെന്നും അർച്ചന പറയുന്നു. BP ഇപ്പോഴേ ഹൈ ആണെന്നും BP കുറച്ചില്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താണെന്നും ഡോക്ടർ പറയുന്നു. അർച്ചന ശ്രദ്ധിച്ചോളാമെന്ന് വീണ്ടും പറയുന്നുണ്ടെങ്കിലും അർച്ചനയുടെ ഉറപ്പ് മാത്രം പോരെന്നും സച്ചിയുടെ ഉറപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുവെന്നും ഡോക്ടർ പറയുകയാണ്. അങ്ങനെ സച്ചി ഉറപ്പ് നൽകുകയാണ് അർച്ചനയെ നോക്കിക്കൊള്ളാമെന്ന്. ആരോഗ്യമുള്ള കുഞ്ഞിനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉറപ്പായും ഡയറ്റും റെസ്റ്റും ഒക്കെ തന്നെ നോക്കണം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ വിഷമത്തോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.